നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ പ്രവീൺ പുരുഷോത്തമൻ. പ്രധാന വാർത്തകൾ. LDF സർക്കാർ അധികാരത്തിൽ വന്നാൽ ഒരു പുതിയ ബാറും തുറക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ. NDA റാന്നി നിയോജക മണ്ഡലം കൺവെൻഷൻ നടന്നു. BDJS സംസ്ഥാന പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. റാന്നി ഉദിമൂട്ടിൽ സ്വകാര്യ വ്യക്തി തോട് കെട്ടിയടച്ചു. ഉദിമൂട് ജംഗ്ഷൻ വെള്ളക്കെട്ട് ഭീഷണിയിൽ. നമ്മുടെ നാട് ശുചിത്വ നാട് പദ്ധതിയുടെ ഭാഗമായി പഴവങ്ങാടി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ റാന്നി വലിയ തോട് വൃത്തിയാക്കൽ ആരംഭിച്ചു. വാർത്തകൾ വിശദമായി. പുറ്റിങ്ങൽ വെടിക്കെട്ട് ദുരന്തത്തിന്റെ പേരിൽ കൊല്ലം ജില്ലാ കളക്ടറെ ക്രൂശിക്കാൻ ക്രൈംബ്രാഞ്ചിനെ അനുവദിക്കില്ലെന്ന് റവന്യൂ മന്ത്രി അടൂർ പ്രകാശ്. കളക്ടറേറ്റിലെ CCTV ക്യാമറകൾ തകരാറിലാണെന്ന് കളക്ടർ കൃത്യസമയത്ത് തന്നെ കെൽട്രോണിനെ അറിയിച്ചതാണെന്നും മന്ത്രി പറഞ്ഞു. പാലക്കാട് വിജയ് മല്യയ്ക്ക് ഭൂമി ദാനം ചെയ്തത് താനല്ല, അതിന്റെ പേരിൽ തന്നെ കുറ്റപ്പെടുത്തേണ്ടെന്നും മന്ത്രി അടൂർ പ്രകാശ് പറഞ്ഞു. 1971 മുതൽ ഭൂമിക്ക് വേണ്ടിയുള്ള ശ്രമം കമ്പനി തുടങ്ങിയതാണ്. ഉദ്യോഗസ്ഥരാണ് നടപടി സ്വീകരിച്ചതെന്നും മന്ത്രി പറഞ്ഞു. LDF സർക്കാർ അധികാരത്തിൽ വന്നാൽ ഒരു പുതിയ ബാറും തുറക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ. നിലവിലുള്ള മദ്യവിതരണ സമ്പ്രദായം അഴിച്ചുപണിയുമെന്നും അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു. മദ്യോപയോഗം യഥാർത്ഥത്തിൽ കുറയ്ക്കുന്നതിനുള്ള അഴിച്ചുപണിയാവും നടത്തുക. മദ്യത്തിന്റെ ഉപയോഗം ഘട്ടം ഘട്ടമായി കുറച്ചുകൊണ്ടുവരികയും മദ്യവർജനം നടപ്പിലാക്കുകയുമാണ് LDF നയം. അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞതാണ് പാർട്ടിയുടെ മദ്യനയം. അടച്ച ബാറുകൾ തുറക്കില്ലെന്ന് യെച്ചൂരി വ്യക്തമാക്കിയിട്ടുണ്ട്. വെടിക്കെട്ടും ആന എഴുന്നള്ളിപ്പും ഒരു വിശ്വാസത്തിന്റെയും ഭാഗമല്ലെന്ന് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് കമാൽ പാഷ. പരവൂർ വെടിക്കെട്ട് ദുരന്തം ക്ഷണിച്ചു വരുത്തിയതാണ്. പൊട്ടാസ്യം ക്ലോറേറ്റ് അടക്കം തീപ്പെട്ടി കമ്പനികൾക്ക് ഉപയോഗിക്കാൻ അനുമതിയുള്ള രാസവസ്തുക്കൾ എങ്ങനെ വെടിക്കെട്ടുകാരുടെ പക്കലെത്തിയെന്നും ജഡ്ജി ചോദിച്ചു. പൂരം പോലെയുള്ള പരിപാടികളിൽ ആനകളെ എഴുന്നള്ളിക്കുന്നതും അപകടം ക്ഷണിച്ചു വരുത്തുന്നതാണെന്ന് കമാൽ പാഷ കൊച്ചിയിൽ ഒരു ചടങ്ങിൽ പറഞ്ഞു. ബംഗാളിലെ കോൺഗ്രസ് CPM സഖ്യത്തെക്കുറിച്ച് പറയാനുള്ള ബാധ്യത CPIക്ക് ഇല്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദനും പിണറായി വിജയനും തമ്മിലുള്ള തർക്കം ഇടതുമുന്നണിയുടെ വിജയത്തെ ഒരു തരത്തിലും ബാധിക്കില്ലെന്നും കാനം രാജേന്ദ്രൻ പറഞ്ഞു. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള വലത് പാർട്ടികളുമായി സഹകരിക്കേണ്ട എന്നുള്ളത് പാർട്ടി കോൺഗ്രസുകളുടെ തീരുമാനമാണ്. ബംഗാളിലേത് രാഷ്ട്രീയ സഖ്യമല്ല. വലിയ ശത്രുതയുള്ളവരെ എതിർക്കാൻ ചെറിയ ശത്രുതയുള്ളവർ ഒന്നിക്കുകയാണ് ബംഗാളിൽ ചെയ്തിരിക്കുന്നതെന്നും കാനം രാജേന്ദ്രൻ വ്യക്തമാക്കി. ഇനിയൊരു ഇടവേള. 60 വർഷങ്ങൾക്ക് മുൻപ് ഫോട്ടോഗ്രഫി എന്ന വിസ്മയം കറുപ്പിലും വെളുപ്പിലും റാന്നിക്ക് പരിചയപ്പെടുത്തിയ വിൽസൺ സ്റ്റുഡിയോ ഫോട്ടോഗ്രഫിയുടെ ഏറ്റവും പുതിയ രീതികളായ കാൻഡിഡ്, കൊമേഴ്ഷ്യൽ, ഫാമിലി, മോഡലിംഗ്, മാക്രോ, നേച്ചർ ആൻഡ് നൈറ്റ് ഫോട്ടോഗ്രാഫീസ് റാന്നിയുടെ പുതുതലമുറയെ പരിചയപ്പെടുത്തുന്നു. ക്യാൻവാസ്, ലെസ്റ്റർ, മാറ്റ് ഫിനിഷ്, ഗ്ലോസി ഫിനിഷ്, മെറ്റാലിക് തുടങ്ങി വ്യത്യസ്ത രീതിയിലുള്ള ഡിജിറ്റൽ വെഡിംഗ് ആൽബംസ്. ഇൻഡോർ ഫോട്ടോഗ്രഫിക്കായി വിശാലവും വ്യത്യസ്തവുമായ സ്റ്റുഡിയോ ഫ്ലോർ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങൾ എന്നെന്നും ഓർമ്മിക്കുവാൻ ഞങ്ങൾ അവതരിപ്പിക്കുന്നു കോംപ്ലിമെന്റ് പ്രിന്റിംഗ്. അസുലഭ നിമിഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ആധുനിക സാങ്കേതിക വിദ്യകളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം. ഞങ്ങളുടെ 60ാം പിറന്നാളിനോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ. വിൽസൺ സ്റ്റുഡിയോ, വലിയ പാലത്തിന് സമീപം, റാന്നി. ഫോൺ 04735 225237 9447000237 9447 65036. വാർത്തകൾ തുടരുന്നു. ദേശീയ ജനാധിപത്യ സഖ്യം റാന്നി നിയോജക മണ്ഡലം കൺവെൻഷൻ റാന്നിയിൽ നടന്നു. BDJS സംസ്ഥാന പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. NDA റാന്നി നിയോജക മണ്ഡലം കൺവെൻഷൻ റാന്നി വളയനാട്ട് ഓഡിറ്റോറിയത്തിൽ നടന്നു. BDJS സംസ്ഥാന പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ഇനി കേരളത്തെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഈ രാജ്യം NDA ഭരിച്ചാൽ മാത്രമേ കഴിയൂ എന്നുള്ള സത്യാവസ്ഥ നമ്മൾ തിരിച്ചറിയണം. പിന്നെ പലപ്പോഴും മാധ്യമങ്ങളെടുത്ത് പരിശോധിച്ചാൽ പലപ്പോഴും പറയുന്നതാണ്, ഒരു താമര വിരിയും അല്ലെങ്കിൽ 5 താമര വിരിയും ഉടനെ 2 BDJS വിട്ടും എന്നൊക്കെയുള്ള പല പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. നേരത്തെ മുൻപ്രാസംഗികർ പറഞ്ഞ പോലെ 2 MP-യുമായിട്ടാണ് BJP ഇവിടെ അധികാരത്തിൽ വന്നത്, അവിടെ ആദ്യം വന്നതെങ്കിൽ ഇന്ന് രാജ്യത്ത് മുഴുവൻ ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഉണ്ടാക്കിയെടുക്കുവാൻ കഴിഞ്ഞു.
നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ മാത്രം എടുത്ത് പരിശോധിച്ചാൽ മതി. ഏതാണ്ട് 400ഓളം പഞ്ചായത്തുകളുണ്ടായിരുന്ന ഇന്ന് BJPക്ക് ഇന്ന് ഏതാണ്ട് 2400ഓളം പഞ്ചായത്തുകളും 30,000-ഓളം പഞ്ചായത്തുകളിൽ വാർഡുകളിൽ ഏതാണ്ട് 2400 വാർഡ്, അതുപോലെ 3000-ഓളം വാർഡുകളിൽ ഏതാണ്ട് 50 വോട്ടിന് താഴെയാണ്, 50 വോട്ടിന് ഉള്ളിലാണ് തോറ്റിട്ടുള്ളത്. ഇന്ന് LDFും UDFും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് വെറും 1% താഴെ. അതായത് ഇന്ന് നമ്മളുമായുള്ള അന്തരം ജയിച്ചിട്ടുള്ള ആളുകളുമായിട്ട് വെറും 4-4.25% എന്ന് പറയുമ്പോൾ വരുന്ന ഇലക്ഷൻ കഴിയുമ്പോൾ ഇവിടെ മോദിജി ഉൾപ്പെടെയുള്ള അമിത്ഷാ ഉൾപ്പെടെയുള്ള ആളുകളുടെ പ്രചരണങ്ങൾ ഇവിടെ നടന്നു കഴിയുമ്പോൾ ഇവിടെ വലിയ ഒരു മാറ്റം ഈ രാജ്യത്തുണ്ടാകും. ഇത്രയും വർഷങ്ങൾ ഈ രാജ്യത്ത് വളരെ മോശമായിട്ടുള്ള ഭരണം കാഴ്ചവെച്ച LDFനെയും UDFനെയും പുറന്തള്ളിക്കൊണ്ട് NDAയുടെ ഭരണം ഈ രാജ്യത്തുണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ആവശ്യമില്ല. BJP നിയോജകമണ്ഡലം പ്രസിഡന്റ് PV അനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു. BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള മുഖ്യാതിഥിയായിരുന്നു. BJP ദേശീയ നിർവാഹക സമിതി അംഗം അൽഫോൺസ് കണ്ണന്താനം മുഖ്യപ്രഭാഷണം നടത്തി. JSS സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് രാജൻ ബാബു, BJP ജില്ലാ പ്രസിഡന്റ് അശോകൻ കുളനട, കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാത്യു P, LJP ജില്ലാ ചെയർമാൻ ജേക്കബ് പീറ്റർ, PSP ജില്ലാ ചെയർമാൻ K ഉണ്ണികൃഷ്ണൻ നായർ, BDJS ജില്ലാ വൈസ് പ്രസിഡന്റ് വസന്ത് കുമാർ, സ്ഥാനാർത്ഥി K പത്മകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി ന്യൂസ് റാന്നി. നാടും നഗരവും വേനലിൽ വെന്തുരുകുമ്പോൾ ഇതാ ഒരു ഭൗമദിനം കൂടി. ഭൗമദിനത്തിന്റെ 46ാം വാർഷികമാണ് ഈ വർഷം ആചരിക്കുന്നത്. നാടും നഗരവും വേനലിൽ വെന്തുരുകുന്നു, വെള്ളം കിട്ടാക്കനിയാകുന്നു. ദാഹനീരിനായി നെട്ടോട്ടമോടുന്ന ജീവനുകൾ ഈ ഭൗമദിനത്തിന്റെ വേറിട്ട കാഴ്ചകളാണ്. ഭൗമദിനത്തിന്റെ 46ാം വാർഷികമാണ് ഈ വർഷം ആചരിക്കുന്നത്. വൃക്ഷങ്ങൾ ഭൂമിയുടെ രക്ഷയ്ക്ക് എന്നതാണ് ഈ വർഷത്തെ ഭൗമദിന സന്ദേശം. 2020 ഭൗമദിനാചരണം 50ാം വാർഷികം ആചരിക്കുമ്പോൾ ലോകത്തെ 780 കോടി ജനങ്ങൾക്ക് ഒരു വൃക്ഷം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുവാനാണ് എർത്ത് ഡേ ഫൗണ്ടേഷന്റെ ലക്ഷ്യം. പരിസ്ഥിതി സംരക്ഷണം ലക്ഷ്യമിട്ട് നിരവധി ദിനാചരണങ്ങൾ ഇന്ന് നടക്കുന്നതിൽ ഏറ്റവും പഴക്കം ചെന്നത് ഭൗമദിനാചരണം തന്നെയാണ്. ആഗോളതാപനവും അതുമായി ബന്ധപ്പെട്ട കാലാവസ്ഥാ വ്യതിയാനവുമാണ് ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി. ഇന്ന് മാനുഷിക ഇടപെടലുകൾ മൂലം പ്രകൃതി വെല്ലുവിളി നേരിടുകയാണ്. അന്തരീക്ഷ താപനില ക്രമാതീതമായി വർദ്ധിക്കുന്നു. പ്രകൃതിയെ ചൂഷണം ചെയ്യാതെ വരും തലമുറയ്ക്കായി കരുതി വെക്കേണ്ട നാം ഭാവിയിലേക്കെന്നല്ല സ്വന്തം നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന വിധം നശിപ്പിക്കുന്നു. സമൂഹത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന വായു മലിനീകരണവും വനനശീകരണവും മനുഷ്യനെ വരൾച്ചയുടെ കാഠിന്യത്തിലെത്തിക്കുന്നു. കഴിഞ്ഞ 2 ആഴ്ചയായി അന്തരീക്ഷ താപനില കേരളത്തിൽ 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ്. പകൽ സമയങ്ങളിൽ തൊഴിൽ ചെയ്യുവാൻ പറ്റാത്ത സാഹചര്യം. എല്ലാത്തിനും കാരണം മനുഷ്യന്റെ ഇടപെടൽ ഒന്നു മാത്രം. പ്രകൃതി സൗഹൃദം എന്നത് മനുഷ്യൻ മറന്നുപോകുന്നു. വനനശീകരണം ആഗോളതാപനത്തിന് കാരണമെന്നിരിക്കെ എന്തുകൊണ്ട് താൻ വെട്ടിമാറ്റുന്ന മരങ്ങൾക്ക് പകരം പുതിയ തൈകൾ വെച്ചുപിടിപ്പിക്കുവാൻ മനുഷ്യൻ തയ്യാറാകുന്നില്ല? നമ്മുടെ ആവാസസ്ഥാനമായ ഭൂമിയെ സംരക്ഷിച്ചില്ല എങ്കിൽ അത് നമ്മുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്നറിയാതെ പോകുന്ന മനുഷ്യൻ പ്രകൃതി നൽകുന്ന പാഠങ്ങൾ മനസ്സിലാക്കാതെ പോകുന്നു. മനസ്സിലായിട്ടും മുഖം തിരിക്കുന്ന മനുഷ്യനെ ഈ ഭൗമദിനം തന്നെ ഓർമ്മപ്പെടുത്തട്ടെ. തീച്ചൂളയിലേക്കാണ് നാം കാലെടുത്തു വെക്കുന്നതെന്ന്. അത് അണയ്ക്കാനും ആളിക്കത്തിക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും കഴിയും. ഈ ഭൗമദിനത്തോടനുബന്ധിച്ചുള്ള ഓരോ ദിനവും ഭൂമിയെ തണുപ്പിക്കുവാൻ, ഓരോ തൈ നട്ട് പ്രതിജ്ഞയെടുക്കുവാൻ ഓരോ മനുഷ്യനും തയ്യാറാകട്ടെ. തണൽ നിറഞ്ഞ വരൾച്ചയില്ലാത്ത നല്ല നാളുകൾ ഭാവി തലമുറയ്ക്കായി നമുക്ക് കരുതി വയ്ക്കാം. ബ്രദറൻ ഗോസ്പൽ ഫെലോഷിപ്പിന്റെ ആഭിമുഖ്യത്തിൽ വചന സത്യ വിശകലന സമ്മേളനം 24-ാം തീയതി ഞായറാഴ്ച വൈകിട്ട് 4 മണി മുതൽ 7 മണി വരെ റാന്നി ബ്രദറൻ ഓഡിറ്റോറിയത്തിൽ നടക്കും. ഡോക്ടർ OM സാമുവേൽ, ചാണ്ടപ്പിള്ള ഫിലിപ്പ്, വർഗീസ് കുര്യൻ എന്നിവർ പ്രസംഗിക്കും. സിയോൻ കുന്ന് ബ്രദറൻ സഭാ ഹാളിൽ ഏപ്രിൽ 25 മുതൽ 29 വരെ VBS നടക്കും. അബ്രഹാമിന്റെ ദൈവം എന്നതാണ് തീം. വീണ്ടും ഒരു ഇടവേള. 60 വർഷങ്ങൾക്ക് മുൻപ് ഫോട്ടോഗ്രഫി എന്ന വിസ്മയം കറുപ്പിലും വെളുപ്പിലും റാന്നിക്ക് പരിചയപ്പെടുത്തിയ വിൽസൺ സ്റ്റുഡിയോ ഫോട്ടോഗ്രഫിയുടെ ഏറ്റവും പുതിയ രീതികളായ കാൻഡിഡ്, കൊമേഴ്ഷ്യൽ, ഫാമിലി, മോഡലിംഗ്, മാക്രോ, നേച്ചർ ആൻഡ് നൈറ്റ് ഫോട്ടോഗ്രാഫീസ് റാന്നിയുടെ പുതുതലമുറയെ പരിചയപ്പെടുത്തുന്നു. ക്യാൻവാസ്, ലെസ്റ്റർ, മാറ്റ് ഫിനിഷ്, ഗ്ലോസി ഫിനിഷ്, മെറ്റാലിക് തുടങ്ങി വ്യത്യസ്ത രീതിയിലുള്ള ഡിജിറ്റൽ വെഡിംഗ് ആൽബംസ്. ഇൻഡോർ ഫോട്ടോഗ്രഫിക്കായി വിശാലവും വ്യത്യസ്തവുമായ സ്റ്റുഡിയോ ഫ്ലോർ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങൾ എന്നെന്നും ഓർമ്മിക്കുവാൻ ഞങ്ങൾ അവതരിപ്പിക്കുന്നു കോംപ്ലിമെന്റ് പ്രിന്റിംഗ്. അസുലഭ നിമിഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ആധുനിക സാങ്കേതിക വിദ്യകളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം. ഞങ്ങളുടെ 60ാം പിറന്നാളിനോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ. വിൽസൺ സ്റ്റുഡിയോ, വലിയ പാലത്തിന് സമീപം, റാന്നി. ഫോൺ 04735 225237 9447000237 944777 65036.
വാർത്തകൾ തുടരുന്നു. റാന്നി ഉദിമൂട്ടിൽ സ്വകാര്യ വ്യക്തി തോട് കെട്ടിയടച്ചതായി പരാതി. ഉദിമൂട് ജംഗ്ഷനിൽ നിന്നും സമീപത്തുള്ള പാടത്തിനരികിലൂടെ പോകുന്ന തോടാണ് കെട്ടിയടച്ചത്. ഇതോടെ ഉദിമൂട് ജംഗ്ഷൻ വെള്ളക്കെട്ട് ഭീഷണിയിലാണ്. റാന്നി ഉദിമൂട് ജംഗ്ഷനിൽ ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ സമീപത്തു നിന്ന് ആരംഭിച്ച് ഉദിമൂട് വലിയ കലുങ്ക് വരെയുള്ള തോടിന്റെ ഒരു ഭാഗമാണ് സ്വകാര്യ വ്യക്തി കെട്ടിയടച്ചത്. ഉദിമൂട് ജംഗ്ഷനിൽ നിന്നും തോടിന്റെ 50 മീറ്റർ താഴെയാണ് വെള്ളം ഒഴുകിപ്പോകാത്ത രീതിയിൽ കെട്ടിയടച്ചത്. ഈ 50 മീറ്റർ ദൂരം തോട്ടിലൂടെ ഇപ്പോൾ വെള്ളമില്ലാത്തതിനാൽ നടന്നു പോകാം. പിന്നീട് തോടിന്റെ പൊടി പോലും കാണാനില്ല. ഈ ഭാഗത്ത് നിലവിലുള്ളതിനേക്കാൾ വീതി കൂടുതൽ മുമ്പ് തോടിനുണ്ടായിരുന്നു. ഇരുവശത്തും തോട്ടിലേക്ക് കൽക്കെട്ട് ഇറക്കി നിർമ്മിച്ചതിനെ തുടർന്ന് തോട് ഇടുങ്ങിയതായി. സമീപത്തെ പുരയിടത്തിന്റെ ഉടമസ്ഥൻ കഴിഞ്ഞ 5 വർഷത്തിനിടെ പലപ്പോഴായി മണ്ണിറക്കി അനധികൃതമായി പുരയിടത്തിന്റെ വിസ്തീർണം വർദ്ധിപ്പിച്ചതായും പരാതിയുണ്ട്. റവന്യൂ വകുപ്പ് അധികൃതർ ഇടയ്ക്കിടെ വന്ന് പരിശോധന നടത്തിയെങ്കിലും കാര്യമായ നടപടിയൊന്നും ഉണ്ടായില്ല. തോട് കെട്ടിയടച്ചതിനെ തുടർന്ന് മഴക്കാലമായാൽ ഈ ഭാഗം വെള്ളത്തിനടിയിലാകും. സമീപത്തുള്ള ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ സ്ട്രോങ് റൂമിന് പോലും ഇത് അപകട ഭീഷണിയാണ്. ഉദിമൂട് ജംഗ്ഷനിലെ കച്ചവട സ്ഥാപനങ്ങൾക്കും വെള്ളക്കെട്ട് ഭീഷണിയാണ്. തോട് കെട്ടിയടച്ച ഭാഗത്തിന് സമീപം താമസക്കാരുണ്ടെങ്കിലും കാര്യമായി പ്രതികരിക്കാൻ ഇവർ തയ്യാറായില്ല. ഒന്നേകാൽ കിലോമീറ്റർ നീളമുള്ളതാണ് ഈ തോട്. കെട്ടിയടച്ച ഭാഗത്തു നിന്നും വയലിന് നടുവിലൂടെ ഒഴുകിയാണ് ഉദിമൂട് വലിയ കലിങ്കിൽ എത്തിച്ചേരുന്നത്. തോട് കെട്ടിയടച്ച ഭാഗം പൊളിച്ചു നീക്കി വരുന്ന കാലവർഷത്തിന് മുമ്പ് ഒഴുക്ക് സുഗമമാക്കണമെന്ന ആവശ്യമാണ് ഉയർന്നിരിക്കുന്നത്. വിഷയം സംബന്ധിച്ച് ജില്ലാ കളക്ടർക്ക് പരാതിയും പോയിട്ടുണ്ട്. സിറ്റി ന്യൂസ് റാന്നി. മന്നമരുതി സെന്റ് തോമസ് ക്നാനായ കുരിശുപള്ളിയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷം ഉദ്ഘാടനം 24-ാം തീയതി ഞായറാഴ്ച 11 മണിക്ക് നടക്കും. ക്നാനായ സഭ കല്ലിശ്ശേരി മേഖലാധിപൻ അഭിവന്യ കുറിയാക്കോസ് മാർ ഗ്രിഗോറിയസ് മെത്രാപ്പോലിത്തായുടെ അധ്യക്ഷതയിൽ അഭിവന്യ ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം മാർത്തോമ വലിയ മെത്രാപ്പോലിത്ത ഉദ്ഘാടനം നിർവഹിക്കും. ജൂബിലി പ്രൊജക്ടുകളുടെ ഉദ്ഘാടനം രാജു എബ്രഹാം MLA നിർവഹിക്കും. ഇത് മാമ്പഴക്കാലം. പാകമാകാത്തതും വിവിധ നിറത്തിലുള്ളതും ഞെക്കിപ്പഴിപ്പിച്ചതും അമോണിയ ഫ്ലേവറുമെല്ലാം വിപണി കൈയടക്കിയിരിക്കുന്നു. പണ്ടൊക്കെ മാവിന് ചുവട്ടിലേക്ക് അടുക്കുമ്പോഴേ നറുമണമായിരുന്നു. ഓരോ മണവും വ്യത്യസ്തമാർന്നത്. നാട്ടുമാങ്ങ, കിളിച്ചുണ്ടൻ മാങ്ങ, മൂവാണ്ടൻ തുടങ്ങി ചക്കരക്കുട്ടി വരെ വ്യത്യസ്തമാർന്ന നറുമണമാണ്. എന്നാൽ ഇപ്പോൾ കാലമെത്തുന്നതിന് മുൻപേ പറിച്ച് ചൂളയിൽ പഴുപ്പിച്ച് വിപണിയിലിറക്കുകയാണ് പതിവ്. ഇവിടെ മാങ്ങകൾക്ക് നറുമണമില്ല, കറയില്ല, കിളികൊത്തിയ പാടുകളുമില്ല. എല്ലാം യാന്ത്രികമായി പഴുപ്പിച്ചതാകയാൽ പച്ച തുടങ്ങി ഇളം മഞ്ഞ, ഓറഞ്ച് അങ്ങനെ ചുവന്ന നിറം വരെ ഒരു മാമ്പഴത്തിൽ തന്നെ കാണാം. മഴവില്ലിൻ്റെ ചാരുതയാർന്ന ഈ മാമ്പഴത്തിന് മണമേയില്ല. സാധാരണ തൊടികളിൽ നിന്ന് കിട്ടുന്ന മാമ്പഴം പൂളിയാൽ വിത്തിനോടടുക്കുന്ന ഭാഗത്ത് കടുനിറമായിരിക്കും. എന്നാൽ ചൂളയിൽ പഴുത്തവയ്ക്ക് ഇളം നിറം മാത്രമേ ഉള്ളൂ. കുട്ടികളിൽ പഴങ്ങൾ കഴുകാതെ ഉപയോഗിക്കുവാനുള്ള പ്രവണത ഉണ്ടെന്നിരിക്കെ വരവ് മാമ്പഴങ്ങൾ നിർബന്ധമായും ഉപ്പുവെള്ളത്തിൽ കഴുകി വയ്ക്കുവാൻ രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം. ക്രമാതീതമായി കഴിക്കുന്നതും വയറിളക്ക രോഗങ്ങൾക്ക് കാരണമാകുന്നു. ജൈവ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്താത്തിടത്തോളം കാലം ചൂളയിൽ പഴുത്ത ഇത്തരം മാമ്പഴം വിപണി കൈയടക്കും എന്നതിൽ സംശയമില്ല. ജില്ലയിലെ ബാങ്കുകളുടെ 2016-2017 സാമ്പത്തിക വർഷത്തെ വായ്പാ രൂപരേഖ കളക്ടറേറ്റിൽ നടന്ന ചടങ്ങിൽ ജില്ലാ കളക്ടർ S. ഹരികിഷോർ നബാർഡ് ജില്ലാ വികസന മാനേജർ R. രഘുനാഥൻ പിള്ളയ്ക്ക് നൽകി പ്രകാശനം ചെയ്തു. പഴവങ്ങാടി ചെറുവാഴക്കുന്ന് തടം വികസന സമിതിയുടെ 2016-2017 വാർഷിക പൊതുയോഗം 24-ാം തീയതി ഞായറാഴ്ച 4 മണിക്ക് റാന്നി സെന്റ് മേരീസ് സീനിയർ സെക്കൻഡറി സ്കൂൾ അങ്കണത്തിൽ നടക്കും. വാർഷിക റിപ്പോർട്ടും കണക്കും അവതരിപ്പിക്കും. പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് നടക്കും. അംഗങ്ങളെല്ലാവരും യോഗത്തിൽ പങ്കെടുക്കണമെന്ന് സെക്രട്ടറി M.K. തോമസ് അറിയിച്ചു. വീണ്ടും ഒരു ഇടവേള. 60 വർഷങ്ങൾക്ക് മുൻപ് ഫോട്ടോഗ്രഫി എന്ന വിസ്മയം കറുപ്പിലും വെളുപ്പിലും റാന്നിക്ക് പരിചയപ്പെടുത്തിയ വിൽസൺ സ്റ്റുഡിയോ ഫോട്ടോഗ്രഫിയുടെ ഏറ്റവും പുതിയ രീതികളായ കാൻഡിഡ്, കൊമേഴ്സ്യൽ, ഫാമിലി, മോഡലിംഗ്, മാക്രോ, നേച്ചർ ആൻഡ് നൈറ്റ് ഫോട്ടോഗ്രാഫീസ് റാന്നിയുടെ പുതുതലമുറയെ പരിചയപ്പെടുത്തുന്നു. ക്യാൻവാസ്, ലെസ്റ്റർ, മാറ്റ് ഫിനിഷ്, ഗ്ലോസി ഫിനിഷ്, മെറ്റാലിക് തുടങ്ങി വ്യത്യസ്ത രീതിയിലുള്ള ഡിജിറ്റൽ വെഡിംഗ് ആൽബംസ്. ഇൻഡോർ ഫോട്ടോഗ്രഫിക്കായി വിശാലവും വ്യത്യസ്തവുമായ സ്റ്റുഡിയോ ഫ്ലോർ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങൾ എന്നെന്നും ഓർമ്മിക്കുവാൻ ഞങ്ങൾ അവതരിപ്പിക്കുന്നു കോംപ്ലിമെന്റ് പ്രിന്റിംഗ്. അസുലഭ നിമിഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ആധുനിക സാങ്കേതിക വിദ്യകളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം. ഞങ്ങളുടെ 60ാം പിറന്നാളിനോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ. വിൽസൺ സ്റ്റുഡിയോ വലിയ പാലത്തിന് സമീപം റാന്നി. ഫോൺ 04735 225237 9447000237 9447765036. വാർത്തകൾ തുടരുന്നു.
നമ്മുടെ നാട് ശുചിത്വ നാട് എന്ന മുദ്രാവാക്യമുയർത്തി പഴവങ്ങാടി ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്തമാക്കാൻ പഞ്ചായത്ത് ആസ്ഥാനത്ത് മാലിന്യ സംസ്കരണ പദ്ധതി നടപ്പാക്കുന്നു. പദ്ധതിയുടെ ഭാഗമായി റാന്നി വലിയതോട്ടിൽ മാലിന്യം നീക്കുവാനുള്ള ശ്രമം ആരംഭിച്ചു. പഴവങ്ങാടി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇട്ടിയപ്പാറ ടൗൺ, പരിസര പ്രദേശങ്ങൾ എന്നിവ മാലിന്യമുക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് നമ്മുടെ നാട് ശുചിത്വ നാട് എന്ന മുദ്രാവാക്യമുയർത്തി പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. തിരുവല്ലയിലെ ക്രിസ് ഗ്ലോബൽ ട്രേഡേഴ്സ് എന്ന സ്വകാര്യ കമ്പനിയുമായി ചേർന്നാണ് പഞ്ചായത്ത് പദ്ധതി നടപ്പാക്കുന്നത്. ഇതിന്റെ ഭാഗമായി റാന്നി പുതിയ ബൈപ്പാസിന് സമീപം വലിയ തോട്ടിലെ മാലിന്യങ്ങൾ നീക്കുന്ന പരിപാടിക്ക് തുടക്കമായി. ഈ ഭാഗത്ത് മാലിന്യം കെട്ടിക്കിടന്ന് ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയിലാണ്. സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങൾക്ക് പോലും ഇത് ബുദ്ധിമുട്ട് ഉളവാക്കുന്ന സാഹചര്യമാണ്. അതേസമയം ശുചീകരണ തൊഴിലാളികളുടെ എണ്ണക്കുറവ് മാലിന്യം മാറ്റുന്നതിന് പ്രതിബന്ധമാകുന്നുണ്ട്. മാലിന്യം തോട്ടിൽ നിന്നും മാറ്റി കരയ്ക്ക് തന്നെ ഇടുകയാണെന്ന വിമർശനവും ഉയർന്നിട്ടുണ്ട്. കൂടുതൽ ശുചീകരണ തൊഴിലാളികളെ ഉപയോഗിച്ച് വലിയ തോട്ടിലെ മാലിന്യം പൂർണ്ണമായി മാറ്റണം എന്ന ആവശ്യമാണ് ഉയർന്നിരിക്കുന്നത്. സിറ്റി ന്യൂസ് റാന്നി. റാന്നി ഹിൽവാലി JCIയുടെ ആഭിമുഖ്യത്തിൽ റാന്നി സാന്താമറിയ പബ്ലിക് സ്കൂളിൽ കുട്ടികൾക്കായി അവധിക്കാല പരിശീലന പരിപാടി ആരവം 2016 ആരംഭിച്ചു. സോൺ പ്രസിഡന്റ് JCI സെനറ്റർ ഉണ്ണികൃഷ്ണൻ കർത്ത ഉദ്ഘാടനം നിർവഹിച്ചു. മഹിളാ കോൺഗ്രസ് റാന്നി നിയോജക മണ്ഡലം കൺവെൻഷൻ PGT ഹാളിൽ ശനിയാഴ്ച 11 മണിക്ക് നടക്കും. മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ദീനമ്മ സെബാസ്റ്റ്യന്റെ അധ്യക്ഷതയിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് രാജലക്ഷ്മി ടീച്ചർ ഉദ്ഘാടനം നിർവഹിക്കും. മറ്റപ്പള്ളിൽ കുടുംബയോഗം 30ാമത് വാർഷിക സമ്മേളനം ഏപ്രിൽ 24-ന് അങ്ങാടി PGT ഹാളിൽ നടക്കും. വൈകിട്ട് 6-ന് പൊതുസമ്മേളനം കുടുംബയോഗം രക്ഷാധികാരി റവറന്റ് ഫാദർ രാജൻ എബ്രഹാം കുളമട നിർവഹിക്കും. പ്രൊഫസർ ഡോക്ടർ അന്നമ്മ ജേക്കബ് മുഖ്യപ്രഭാഷണം നടത്തും. നിര്യാതയായി നെല്ലിക്കമൺ പാലത്തുംപാട്ട് പരേതനായ പാസ്റ്റർ PM ജോൺ ആന്ധ്ര ഉപദേശിയുടെ ഭാര്യ പനങ്ങാട്ട് കിഴക്കേമോടിയിൽ കുടുംബാംഗമായ അന്നമ്മ ജോർജ് 85 വയസ്സ് നിര്യാതയായി. സംസ്കാരം ശനിയാഴ്ച 11 മണിക്ക് ഭവനത്തിലെ ശുശ്രൂഷയ്ക്ക് ശേഷം 3 മണിക്ക് പള്ളിഭാഗം ന്യൂ ഇന്ത്യ ദൈവസഭ സെമിത്തേരിയിൽ. പ്രധാന വാർത്തകൾ വീണ്ടും. LDF സർക്കാർ അധികാരത്തിൽ വന്നാൽ ഒരു പുതിയ ബാറും തുറക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ. NDA റാന്നി നിയോജക മണ്ഡലം കൺവെൻഷൻ നടന്നു. BDJS സംസ്ഥാന പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. റാന്നി ഉദിമൂട്ടിൽ സ്വകാര്യ വ്യക്തി തോട് കെട്ടിയടച്ചു. ഉദിമൂട് ജംഗ്ഷൻ വെള്ളക്കെട്ട് ഭീഷണിയിൽ. നമ്മുടെ നാട് ശുചിത്വ നാട് പദ്ധതിയുടെ ഭാഗമായി പഴവങ്ങാടി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ റാന്നി വലിയ തോട് വൃത്തിയാക്കൽ ആരംഭിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.